നമ്മുടെയെല്ലാം വീടുകളിൽ സാധാരണ യൂസ് ചെയ്യുന്നതാണ് ഇതേലത്തെ LED. അപ്പോൾ ഈ LED സാധാരണ കേടായി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കളറാണ് പതിവ്. നേരെ മറിച്ച് ഇലക്ട്രോണിക്സിനെ പറ്റി ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് ഇത് ശരിയാക്കി എടുക്കും. പക്ഷേ ഇലക്ട്രോണിക്സ് പറ്റി ബേസിക് ഐഡിയ ഇല്ലാത്ത ഒരാൾ ഇത് ശരിയാക്കി എടുക്കത്തില്ല. പിന്നെ ചിലർ ഷോർട്ട് ചെയ്തൊക്കെ ശരിയാക്കി എടുക്കുന്നതാണ്. പക്ഷേ ഒന്നൊരു പ്രോപ്പർ വേ അല്ലേ ശരിയാക്കി എടുക്കുന്നതിൻ്റെ. അപ്പോൾ ഇത് ഇലക്ട്രോണിക്സിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ഏതൊരാൾക്കും ശരിയാക്കാൻ പറ്റുന്ന രീതിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് ഇതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ ഇടുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് LED ബൾബിൻ്റെ മുകളിലത്തെ ക്യാപ്പ് ഊരി എടുക്കാം. ചില ബൾബുകൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ ക്യാപ്പ് ഊരി വരാനായിട്ട്. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്ന ബൾബുകൾക്ക് നമുക്ക് തോന്നുന്നു ഹീറ്റ് ഗൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹെയർ ഡ്രയർ ഉപയോഗിച്ചോ ഒന്ന് ചൂടായി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ ക്യാപ്പ് പെട്ടെന്ന് ഊരി കിട്ടുന്നതായിരിക്കും. ടോപ്പ് കവർ ഊരി മാറ്റിയ ശേഷം നമുക്ക് ഇതിനകത്ത് LED ഒട്ടിച്ചിരിക്കുന്ന ഹീറ്റ് സിങ്ക് പതിയെ റിമൂവ് ചെയ്യാം. ഞാൻ ഇതുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ ഇട്ടാണ് റിമൂവ് ചെയ്യുന്നത്. സ്ക്രൂ ഡ്രൈവറോ മറ്റെന്തെങ്കിലും ഇട്ട് നമുക്ക് ഇതുകൊണ്ട് ചെറുകത്തിക്ക് കൊടുക്കാമെങ്കിൽ ഇതിങ്ങി ഊരിപ്പോരും. ഇനി ഇതിനകത്തിരിക്കുന്ന LEDയുടെ ബാക്കി കമ്പോണൻസിനെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ഇനി നമ്മൾ ഊരിയെടുത്ത ഹീറ്റ് സിങ്കിലെ ഡാമേജ് ഒക്കെ നൂത്തെടുത്ത ശേഷം നമുക്ക് ഇതിനകത്തിരിക്കുന്ന LEDയുടെ റിമൂവ് ചെയ്തെടുക്കാം. ഇനി ബൾബിൻ്റെ പുറകിൽ ഹോൾഡറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന 2 മെറ്റൽ പോർഷൻസ് ഉണ്ട്. ഇത് നമുക്ക് ഒന്നീ സോൾഡറിംഗ് ഗൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചൂടുള്ള കമ്പി ഉപയോഗിച്ചോ നമുക്കിത് റിമൂവ് ചെയ്ത് മാറ്റാം. ഇനി ഇത് നമുക്കൊരു വയറിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ വയർ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വയർ തന്നെ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഈ വയർ നമുക്കിനി ബൾബിൻ്റെ ബോഡിക്കകത്ത് ഇത് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു കാര്യം സോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യം തിക്കായിട്ട് വേണം സോൾഡ് ചെയ്യാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾബിൻ്റെ ഹോൾഡറുമായിട്ട് കോൺടാക്ട് വരുന്ന ഈ ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് വേണം സോൾഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നുണ്ട് ഇതിലത്തെ LED ആണ്. ഈ LED നമുക്ക് ഡയറക്റ്റ് AC വോൾട്ടേജിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് പ്രവർത്തിക്കാൻ മറ്റ് ഡ്രൈവറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് മാർക്കറ്റിൽ 20 രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനിൽ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ 10 രൂപയ്ക്കും ഇത് പീസിന് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഒപ്പം ഞാൻ ഇതുപോലെ ഒരു ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് മേടിച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ LEDയുടെയൊക്കെ ലൈഫ് തീരുമാനിക്കുന്നതിൽ ഇതിനൊരു പ്രധാന പങ്കുണ്ട്. ഇനി ഈ കോമ്പൗണ്ട് നമ്മുടെ LEDയുടെ ഹീറ്റ് സിങ്കിലോട്ട് നല്ലതായിട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ LED നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഒന്നും കൂടെ LED നമ്മുടെ ഹീറ്റ് സിങ്കിലോട്ട് ഉറച്ചിരിക്കാൻ വേണ്ടി ഞാൻ 2 സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂ ഇടാനുള്ള ഹോളും ഈ LED തന്നെ ഉണ്ടായിരുന്നു. ഇനി ഇത് പഴയ പോണൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ അധികം നിൽക്കുന്ന വയറൂടെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി ഈ LED ബോർഡിലോട്ട് കണക്ഷൻ കൊടുക്കേണ്ടതുണ്ട് ഇവിടെയായിട്ടാണ്. അതായത് നമുക്ക് ലൈന് ന്യൂട്രൺ കൊടുക്കേണ്ടതുണ്ട് ഇവിടെയായിട്ടാണ്. നമുക്ക് ഈ വയർ അങ്ങോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ആ വയറിന് സോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതുകൊണ്ട് ഒരു ഹോൾഡർ എടുക്കുന്നുണ്ട്. യെസ് ഗായ്സ്, നമ്മുടെ LED കത്തുന്നുണ്ട്. പഴയ ഉണക്കാൻ നമുക്ക് ക്യാപ്പ് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ LED വീണ്ടും പഴയ രൂപത്തിലോട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, കണ്ടില്ലേ ഗായ്സ്, LED വീണ്ടും പഴയ ഉണക്ക് വർക്കിങ്ങിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നാക്കി എടുക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അഥവാ ആർക്കെന്തെങ്കിലും മനസ്സിലാവേണ്ട ഇൻസ്റ്റാഗ്രാം പേജ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം.